ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्य देवं श्री राधा कृष्ण पादान् सगण ललिता श्री विशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद। हरे कृष्ण हरि ओम तत्सत्। നമ്മളൊന്ന് വായിക്കുന്ന ചരിതാമൃത മധ്യലീല 8ാമത്തെ അധ്യായം 177ാമത്തെ ശ്ലോകം. മധ്യവയസ സഖിസ്ഖണ്ഡേ കരന്യാസ കൃഷ്ണലീല മനോവൃത്തി സഖി ആസപാശ. मध्यवयसा सखीस्कन्धे करन्यासा कृष्णलिङ्गा मनोवृत्ति सखिया स्वपाशा. Srimati Radharani's gopi friends are her mental activities which are concentrated on the pastimes of Sri Krishna. She keeps her hand on the shoulder of a friend who represents youth. നമ്മൾ ഇപ്പോൾ ഇത് വർണ്ണിക്കുന്നത് ഇതെല്ലാം ഒരു പോയറ്റിക് ആണുള്ള. രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ഏതെന്നാണ് ഓർമ്മയുണ്ടാക്കി കൃതി എന്നാണ്. എന്തായാലും എല്ലാം ഒരു പോയറ്റിക് എക്സ്പ്രഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ. ശ്രീമതി Radharani's gopis friends are her mental activities which are concentrated on the pastimes of Sri Krishna. She keeps her hand on the shoulder of her friend who represents youth. So Radharani's 8 companions, Ashtasakis, are different varieties of pleasure connected with the pastimes of Krishna. Following those pastimes of Sri Krishna, other activities which are represented by the assistance of gopis. അപ്പോൾ ഇതെല്ലാം എന്താണ്? രാധാരയുടെ 8 കമ്പാനിയൻസ് ഉണ്ട്, ഗോപികുമാർ അഷ്ടസഖി. അവരെല്ലാം ആനന്ദത്തിന്റെ ആ ലീലകൾ, ആനന്ദലീലകൾ, ഭഗവാൻ കൃഷ്ണനായിട്ടുള്ള ആനന്ദലീലകളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫോളോയിങ് ദോസ് പാസ്റ്റിംസ് ഓഫ് ശ്രീകൃഷ്ണ അതർ ആക്ടിവിറ്റി. അപ്പൊ അതിനോടുകൂടി മറ്റുള്ള ലീലകളുണ്ട്. അതെന്തിനാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? അസിസ്റ്റന്റ് ഓഫ് ഗോപീസ്. ആരാണ് അസിസ്റ്റന്റ്സ് ഓഫ് ഗോപീസ്? ഗോപികുമാരുടെ അസിസ്റ്റൻസ് ആരാണ്? മഞ്ജരിമാർ. ഓക്കെ. ആണ് ഗോപികുമാരുടെ വളരെ ക്ലോസ് ആണ്. അപ്പൊ നമ്മളുടെ ഇവിടെ എസ്പെഷ്യലി ചൈതന്യ ലീലയിൽ വന്ന ഒരുപാട് മഞ്ജരിമാരുണ്ട്. ഓക്കെ. മഞ്ജരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോപികുമാരുടെ അസിസ്റ്റൻസ് ആണ്. ഓക്കെ. രൂപ മഞ്ജരി, രൂപ ഗോസ്വാമി, നയനമണി മഞ്ജരി, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി, അങ്ങനെ ഓരോരുത്തരും ഈവൻ പ്രഭുപാദ് അടക്കം മഞ്ജരിമാരാണ്. ഇവരൊന്നും ഈ ലോകത്തിലെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ജനിച്ചവരല്ല. ഇവൻ
പ്രഭുപാദർ ആരാണ്? അല്ല, അത് മഞ്ചേരിയാണോ? അറിയില്ല, അതൊന്നും ദേവരാർക്കും അറിയില്ല. നമുക്കറിയാം, നമ്മൾ അതായത് പ്രഭുപാദരെ ജീവിത ചരിത്രത്തിൽ നിന്നും ലീലകളിൽ നിന്നും നമുക്കറിയാം. ഒന്നും സാധാരണ ആൾക്കാരല്ല, അവരെല്ലാം മഞ്ചരി ഭാവത്തിലാണ്, എല്ലാം രസിക ഭക്തന്മാരാണ്. സോറി. അപ്പോ അത് പിന്നീട് എപ്പോഴേലും ഏതെങ്കിലും ആചാര്യന്മാർ വെളിപ്പെടുത്തും. ഇപ്പൊ നമ്മള് ഗൗര ഗണോദേശ ദീപിക, കവി കർണാമൃത്, കവി കർണാപൂർ, അതായത് ശിവാനന്ദ സേനന്റെ മകനാണ്. ആരൊക്കെയാണ് ചൈതന്യ ലീലയിലുള്ള മഞ്ചരിമാര് അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ, ആരൊക്കെ മഞ്ചരിമാരെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് അറിയുന്നത് ആരാണ് ഭക്തി വിനോദ് ഠാക്കൂർ, ആരാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അങ്ങനെ പല ആൾക്കാരുടെയും. പിന്നെ അതേപോലെ തന്നെ അത് അല്ല, അത് ഇതിലല്ലോ മറ്റുള്ള രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ജീവ ഗോസ്വാമി, ഇവരുടെ ഭക്തി വിനോദ് ഠാക്കൂറിന്റെയും അതൊന്നും ഇദ്ദേഹമല്ല. പക്ഷെ അതൊക്കെ മറ്റുള്ള ആചാര്യന്മാരുടെ വെളിപ്പെടുത്തലോടെ നമുക്ക് വേണ്ടത്. അതേപോലെ ശ്രീ പ്രഭുപാദരെയും അതേപോലെ പിന്നീട് കാലത്ത് ആരെങ്കിലും അവര് ധ്യാനത്തില് മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അവരൊന്നും സാധാരണ ആൾക്കാരല്ല, ഇവരെല്ലാം ഡയറക്ട്ലി ഭഗവാന്റെ ലീലകളിൽ എപ്പോഴും പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അതാണ് മഞ്ചരി. ഈവൻ നമ്മുടെ അദ്ദേഹത്തിന്റെ ഗൗർ ഗോവിന്ദ് സ്വാമി മഹാരാജ്, അത് 4 മാസത്തിൽ മീതെ ട്രാൻസിൽ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മഞ്ചരി ഭാവം അന്ന് കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഡിവോട്ടി കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് റൂമിൽ ചെന്നപ്പോ ഗൗർ ഗോവിന്ദ് സ്വാമി മഹാരാജ് ഇല്ല അവിടെ. ഗൗർ ഗോവിന്ദ് സ്വാമി മഹാരാജിന്റെ റൂമിലെ ഒരു സ്ത്രീയാണ്, ഒരു സാരി എടുത്ത സ്ത്രീ. അദ്ദേഹം ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹം ഒരു ഫോറിനറാണ്, റഷ്യൻ ആരാണ്. 1996 ആ സമയത്തുള്ള ഒരു ഇതാണ്. അത് കാരണം വെച്ചാൽ ഇദ്ദേഹം എക്സ്ട്രറ്റിക് കണ്ടീഷനിൽ അങ്ങനെ ട്രാൻസിൽ പോയ സമയത്ത് അദ്ദേഹത്തിന് നോക്കാൻ വേണ്ടി ഒരു ഡിവോട്ടി വെച്ചതാണ്. ആ ഡിവോട്ടി എപ്പോൾ ഉണ്ടായിരിക്കും? രാത്രി സമയത്ത് എന്തോ ആവശ്യത്തിന് പോയപ്പോൾ റൂമിൽ മഹാരാജ് ഇല്ല, ഗൗർ ഗോവിന്ദ് സ്വാമി മഹാരാജ് ഇല്ല. ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ആരോടോ സംസാരിക്കുകയാണ്, അതായത് ഗോപിമാരോടോ രാധാരാണോടോ ആരോടോ സംസാരിക്കുകയാണ്. ആ ലാംഗ്വേജ് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്. പിന്നെയാണ് അറിയുന്നത് അതാണ് അവരെല്ലാം മഞ്ചരിമാരാണ്. അത്രയും എക്സോൾട്ടഡ് ആയിട്ടുള്ള ഡിവോട്ടീസ് നമ്മളുടെ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതെല്ലാം ഇവരെല്ലാം എന്താ ഒരു പുസ്തകത്തിന്റെ പേരുണ്ടല്ലോ, വെൻ മൂൺ അറൈസസ് സംതിങ്, ഒരു പേരുണ്ട്. അത് വെൻ മൂൺ അറൈസസ് അങ്ങനത്തെ ഒരു പേരാണ്. ഗൗർ ഗോവിന്ദ് സ്വാമി മഹാരാജിന്റെ ഒരു ആ പുസ്തകമാണ്. അതിലൊക്കെ സംതിങ് ലൈക്ക് വെൻ ദ മൂൺ റൈസസ് അങ്ങനത്തെ എന്താണ്. എന്തായാലും ഇതെല്ലാം നമ്മുടെ വൈഷ്ണവ ആചാര്യന്മാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, സാധാരണ ആൾക്കാരല്ല. ഇവരെല്ലാം നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, ബദ്ധാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് പല വേഷങ്ങളിലും ഭാവങ്ങളിലും ഇവിടെ ഭൗതിക ലോകത്തിൽ വന്ന് ജനിച്ചാണ് ഭഗവാന്റെ ഇഷ്ടപ്രകാരം. അവരെല്ലാം റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അവരെല്ലാം കർമ്മബലത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെപ്പോലെ ഇവിടെ ജനിച്ച ആൾക്കാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ പറ്റും. നിജാംഗ സൗരഭാലയെ പര്യങ്ക താതേ വാസി ആചേ സദാ ചിന്തേ കൃഷ്ണ സംഘ. നിജംഗ കൃഷ്ണ സംഘ. Srimati Radharani's bedstead is pride itself, and it is situated in the abode of her bodily aroma. She is always seated there, thinking of Krishna's association. So Radharaniന്റെ ബെഡ് അത് എന്താണ്? രാധാറാണിയുടെ അഭിമാനമാണ്. അതേപോലെയാണ് രാധാറാണിയുടെ ഫ്രാഗ്രൻസ്, അരോമയിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഷീ ഈസ് ഓൾവേസ് സീറ്റഡ് ദർ തിങ്കിങ് ഓഫ് കൃഷ്ണാസ് അസോസിയേഷൻ. ഭഗവാൻ കൃഷ്ണന്റെ ആ അസോസിയേഷനെ ആലോചിച്ചിട്ടാണ് രാധാറാണി എപ്പോഴും ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ചില മഞ്ചരിമാരുടെ ഞാൻ പറയാം. കുലശേഖർ ആൾവാർ കൗസ്തുഭമണിയാണ്. സനാതന ഗോസ്വാമി ലവംഗ മഞ്ചരി, രൂപ ഗോസ്വാമി രൂപമഞ്ചരി,
കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കസ്തൂരി മഞ്ജരി, സർവഭാം ഭട്ടാചാര്യ ബൃഹസ്പതി, പ്രഭുജി ഒന്ന് സാവധാനം പറയോ? സനാതന ഗോസ്വാമി ലവംഗ മഞ്ജരി, രൂപ ഗോസ്വാമി രൂപമഞ്ജരി, കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കസ്തൂരി മഞ്ജരി, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് നയനമണി മഞ്ജരി, നരോത്തം ദാസ് ഠാക്കൂർ ചമ്പക മഞ്ജരി, രഘുനാഥ് ദാസ് ഗോസ്വാമി രതി മഞ്ജരി, ഗോപാൽ ഭട്ട ഗോസ്വാമി അനങ്ക മഞ്ജരി. അങ്ങനെയൊക്കെയാണ്. ജസ്റ്റ് ഞാനൊരു നോട്ട് ചെയ്താണ് ചില ആൾക്കാരുടെയൊക്കെ. അങ്ങനെ ഗൗര ഗണോദേശ ദീപിക, കവി കർണാപൂർ, ശിവാനന്ദ സേനന്റെ മകൻ. അദ്ദേഹത്തിന് അതിൽ ഒരുപാടുണ്ട്. അവരൊന്നും സാധാരണ ആൾക്കാരെല്ലാം ചുരുക്കത്തിൽ. അപ്പൊ ഇന്നത്തെ കാലത്തും അങ്ങനെ ഒരുപാട് ആചാര്യന്മാരുണ്ട്. ഇവരൊന്നും സാധാരണ ആൾക്കാരായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അവരുടെ ഭാവം വേഷവും അത് നോക്കിയിട്ട് നമ്മൾ അവരെ അതായത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കൃഷ്ണനാമ ഗുണയസ അവതംശ കാണേ, കൃഷ്ണനാമ ഗുണയസ പ്രവാഹ വചനേ, കൃഷ്ണനാമ ഗുണയശ അവതംശ കാനി, കൃഷ്ണനാമ ഗുണയശ പ്രവാഹ വചനേ. Srimati Radharani's earrings are the name, fame and qualities of Lord Krishna. The glories of Lord Krishna's name, fame and qualities are always inundating her speech. Radharani, ഒരു മിനിറ്റ് ഒന്ന് ഓടിട്ടോ. Krishna, sorry. Okay, so Srimati Radharani's earrings are the name, fame and qualities of Lord Krishna. Glories of Lord Krishna's name, fame and qualities are always inundating her speech. Krishna ke karaya shama rasa madhupane, nirantara purna hare krishnera sarva kama. കൃഷ്ണ കേ കരയ ശ്യാമ മധുപാലേ, നിരന്തര പൂർണ്ണകാരി കൃഷ്ണേര സർവകാരി. Srimati Radharani induces Krishna to drink the honey of the conjugal relationship. She is therefore engaged in satisfying all the lusty desires of Krishna. അപ്പോൾ ശ്രീമതി രാധാറാണി ഇൻഡ്യൂസസ് കൃഷ്ണ, അതായത് ആ മാധുര്യഭാവത്തിലുള്ള ആസ്വാദനത്തിന് വേണ്ടിയിട്ട് രാധാറാണി കൃഷ്ണനെ എപ്പോഴും പ്രേരിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് രാധാറാണി സഹായിക്കുന്നു എന്നാണ്. കൃഷ്ണര വിശുദ്ധ പ്രേമ രത്നേര ആകാരാം അനുപമ ഗുണഗണ പൂർണ്ണ കലേവര. കൃഷ്ണേര വിശുദ്ധ പ്രേമ Srimati Radharani is a mind filled with valuable jewels of love for Krishna. Her transcendental body is complete with unparalleled spiritual qualities. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. Her transcendental body is complete with unparalleled spiritual qualities. അപ്പൊ നമ്മളുടെ ബോഡി എങ്ങനെയാണ്? ജഡം അല്ലേ, ഭൗതിക ശരീരം. രാധാറാണിന്റെ ബോഡിയോ ട്രാൻസെൻഡന്റൽ. പിന്നെ എന്താണ് ക്വാളിറ്റി? സ്പിരിച്വൽ ക്വാളിറ്റീസ്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളുടെ ആ പ്ലെയിനിൽ നിന്ന്, നമ്മളുടെ ആ തലത്തിൽ നിന്ന് നമ്മൾ ഭൗതിക തലത്തിലാണ്. 3 ഗുണങ്ങളുണ്ട്. അപ്പോൾ ആധ്യാത്മിക തലത്തിൽ നിൽക്കുന്ന ട്രാൻസെൻഡന്റ് ബോഡി, സച്ചിദാനന്ദമായിട്ടുള്ള ആ ശരീരത്തിൽ നിൽക്കുന്ന സ്പിരിച്വൽ ക്വാളിറ്റീസിലുള്ള ആൾക്കാരെ നമുക്ക് നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഫസ്റ്റ് തിങ്. നമ്മൾ കമ്പയർ ചെയ്യുന്നെല്ലാം മെറ്റീരിയൽ ആയിട്ടുള്ള ക്വാളിറ്റീസും മെറ്റീരിയൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം നമ്മളുടെ ഏകദേശം തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് ആയിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാറുണ്ട്. ഭഗവാന്റെ
ട്രാൻസെൻഡന്റൽ പൊസിഷൻ മനസ്സിലാക്കാണ്ട് ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും ലീലകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഭഗവാന്റെ ആ ക്വാളിറ്റീസ് നന്നാക്കി മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതെല്ലാം നമ്മൾ ഇൻ ദ റൈറ്റ് പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെല്ലാം ഒരു മണ്ടെയിൻ എക്സാമ്പിൾസ് കൊടുത്ത് നമ്മളുടെ പോലുള്ള ആക്ടിവിറ്റീസ് ആക്കി മനസ്സിലാക്കി അതിനെ നിന്ദിക്കും. ഇത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മെറ്റീരിയൽ ആക്ടിവിറ്റീസ് അല്ല, ട്രാൻസെൻഡന്റൽ ആക്ടിവിറ്റീസ് ആണ്. ട്രാൻസെൻഡന്റൽ ക്വാളിറ്റീസ് പറഞ്ഞാൽ അവിടെ ഫ്ലോസ് ഇല്ല. നമ്മളുടെ നമ്മളുടെ ഭൗതിക ലോകത്ത് നടക്കുന്ന പോലുള്ള യമനിയമങ്ങൾക്ക് ബാധ്യത ഇല്ല അവർക്ക് ആർക്കും. ഓക്കെ, ആ യമനിയമങ്ങളുടെ വലയത്തിൽ വരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഭഗവാന്റെ ക്വാളിറ്റീസ്, ഭഗവാന്റെ ആക്ടിവിറ്റീസ്, ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കാതെ നമുക്ക് ഇതിനൊന്നും മെഷർ ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് വലിയ ഒരു ഒഫൻസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മഹാജനോ ഏതൊക്കെ ഗതാസ്ഥ പന്ഥ അല്ലെ, ഏന ഗതാസ്ഥ പന്ഥ, മഹാജനോ എന്താ പറയാ, മറന്നു. ഏന ഗതാസ്ഥ പന്ഥ, അതായത് മഹാജനങ്ങളുടെ പന്ഥാവിലൂടെ നമ്മൾ പോകണം. നമ്മളുടെ സ്വയം ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒന്നും പറയാൻ പാടില്ല. ഖാ കൃഷ്ണസ്യ പ്രണയജാനീ ഭൂ ശ്രീമതി രാധികായിക കാശ്യപ് പ്രേയസി അനുപമ ഗുണ രാധികൈകന ചാന്യ ജൈമ്യാം കേശദൃശി തരളതാ നിഷ്ഠൂരത്വം കുചേശ്യ വാഞ്ചാ പൂർത്തൈ പ്രഭവതി ഹരേ രാധികൈകന ചാന്യ. If one asks about the origin of love of Krishna, the answer is that the origin is in Srimati Radharani alone. പറയുന്നത് ചോദിക്കുകയാണ്, ഭഗവാൻ കൃഷ്ണന്റെ അതായത് കൃഷ്ണ പ്രേമത്തിന്റെ ഒറിജിൻ എവിടെയാണ്, ഇതിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? എന്താണ് അതിന്റെ ആൻസർ? ഇറ്റ് ഈസ് ശ്രീമതി രാധ. കാരണം എന്താണ്? ശ്രീമതി രാധാറാണിയാണ് ഭഗവാന്റെ പ്ലഷർ പൊട്ടൻസി, ഹ്ലാദിനി ശക്തി അല്ലേ? ഹ്ലാദിനി, സാന്തിനി, സംവിത്. സ്പിരിച്വൽ പൊട്ടൻസിയിൽ 3 ഡിവിഷൻസ് ഉണ്ട്. അതിലത്തെ ഹ്ലാദിനി പൊട്ടൻസി ആരാണ്? രാധാറാണി. അതുകൊണ്ട് കൃഷ്ണ പ്രേമത്തിന്റെ ഉദ്ഭവസ്ഥാനം, അതിന്റെ സോഴ്സ് ആണെന്ന് വെച്ചാൽ രാധാറാണി. ഹൂ ഇസ് ദ മോസ്റ്റ് ഡിയർ ഫ്രണ്ട് ഓഫ് കൃഷ്ണ? ദ ആൻസർ അഗെയിൻ ഈസ് ശ്രീമതി രാധാറാണി അല്ലോ. ആരാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, അടുത്ത ക്ലോസസ്റ്റ് ഫ്രണ്ട്? രാധാറാണി. No one else. Srimati Radharani's hair is very curly, her 2 eyes are always moving to and fro, and her breasts are firm. Since all transcendental qualities are manifested in Srimati Radharani, she alone is able to fulfill all the desires of Krishna. No one else. Krishna is all attractive. Radharani is more attractive than Krishna. Krishna is all attractive. അതായത് മില്യൺസ് ഓഫ് ക്യൂപിഡ്സിന്റെ ആ ഒരു ബ്യൂട്ടിയാണ് ഭഗവാൻ കൃഷ്ണന്. അതിനേക്കാളും ബ്യൂട്ടിയാണ് ആർക്ക്? രാധാറാണിക്ക്. അതുകൊണ്ടാണല്ലോ എല്ലാവരും കൃഷ്ണനിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ കൃഷ്ണൻ രാധാറാണിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതിനേക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആണ് ആ രാധാറാണിയെക്കാട്ടിലും കൂടി ബ്യൂട്ടിഫുൾ ആണ് ആരാണ്? ആരാണ്? ഭഗവാൻ. ആരെ? ഭഗവാൻ. ഭഗവാൻ ഏത് രൂപത്തില്? ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തില്. കാരണം കൃഷ്ണൻ രാധാറാണി കമ്പൈൻഡ് ഫോം ആയിട്ട് വന്നാണ് ചൈതന്യ മഹാപ്രഭു. രാധാറാണിയുടെ കോംപ്ലക്ഷനും രാധാറാണിയുടെ ഭാവവും രാധാറാണിയുടെയും കൃഷ്ണന്റെയും എല്ലാ ക്വാളിറ്റീസും
കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ഫോമാണ് ചൈതന്യ ചൈതന്യം. Mahaprabhu. So this is a quotation from Sri Govinda Lilamrita by Krishnadas Kaviraj Goswami. It's a verse in the form of questions and answers describing the glories of Srimati Radharani. 183 to 84. ഒരു പ്രാവശ്യം ശ്രീല പ്രഭുപാദ രാധാഷ്ടമിക്ക് ക്ലാസ് കൊടുക്കണം. അപ്പൊ രാധാഷ്ടമിക്ക് ക്ലാസ് കൊടുത്ത് ജയരാധ മാധവ പാടി തുടങ്ങി. ഒരു 10-30 മിനിറ്റിന്റെ ക്ലാസ് ആണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കൃഷ്ണനെ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങി. കൃഷ്ണനെ ഗ്ലോറിഫൈ 10-25 മിനിറ്റ് കൃഷ്ണന്റെ ഗ്ലോറിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഒക്കേഷൻ എന്താണ്? രാധാഷ്ടമി. അപ്പൊ എല്ലാ ഡിവോട്ടീസിനും സംശയം, പ്രഭുപാദ തന്നെ അറിയാഞ്ഞിട്ട് ജന്മാഷ്ടമിയെ വിചാരിച്ചിട്ട് കൃഷ്ണന്റെ ഗ്ലോറീസ് പറയാണോ വിചാരിച്ചിട്ട് ചോദിക്കാനും പറ്റില്ല. എഴുതുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ കംപ്ലീറ്റ് കൃഷ്ണന്റെ ഗ്ലോറീസ് പറഞ്ഞിട്ട് അവസാനം 1-2 മിനിറ്റ് രാധാറാണിയെ പറ്റി പറഞ്ഞ് അവിടെ ക്ലോസ് ചെയ്തു. എന്താണ് പറഞ്ഞറിയോ? 10-25-28 മിനിറ്റ് കൃഷ്ണന്റെ ഗ്ലോറീസ് പറഞ്ഞിട്ട് ആ കൃഷ്ണൻ, ആ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, that proprietor, that controller, that master is attracted to Radharani. So you can imagine the position of Radharani. And we are celebrating her birthday today. അങ്ങനെ ക്ലോസ് ചെയ്തു. അതാണ് നമ്മളിത് വായിച്ചില്ലല്ലോ. ಯಾಂಡ್ರ ಸೌಭಾಗ್ಯ ಗುಣವಾಂಚೆ ಸತ್ಯಭಾಮ, ಯಾಂಡ್ರ ತಾನಿ ಕಲಾ ವಿಲಾಸ ಸಿಕೆ ವ್ರಜರಾಮ, ಯಾಂಡ್ರ ಸೌಂದರ್ಯಾದಿ ಗುಣವಾಂಚೆ ಲಕ್ಷ್ಮೀ ಪಾರ್ವತಿ, ಯಾಂಡ್ರ ಪತಿವ್ರತ ಧರ್ಮವಾಂಚೆ ಅರುಂಧತಿ. ಯಾಂಡ್ರ ಸೌಭಾಗ್ಯ ಗುಣವಾಂಚೆ ಸತ್ಯಭಾಮ, ಯಾಂಡ್ರ ತಾನಿ ಕಲಾ ವಿಲಾಸ ಸಿಕೆ ವ್ರಜರಾಮ, ಯಾಂಡ್ರ ಸೌಂದರ್ಯಾದಿ ಗುಣವಾಂಚೆ ಲಕ್ಷ್ಮೀ ಪಾರ್ವತಿ, ಯಾಂಡ್ರ ಪ್ರತಿವ್ರತ ಧರ್ಮವಾಂಚೆ ಅರುಂಧತಿ. Even Satyabhama, one of the queens of Sri Krishna, desires the fortunate position and excellent qualities of Srimati Radharani. Satyabhama, Bhavan Krishnന്റെ പ്രധാനപ്പെട്ട റാണിമാരിൽ ഒരു റാണിയാണ് സത്യഭാമ. ആരുടെ മകളാണ് സത്യഭാമ? സത്രാജിത്ത് അല്ലേ? സത്രാജിത്തിന്റെ. ഈവൻ ആ സത്യഭാമ കൂടി രാധാറാണിന്റെ ആ ഫോർച്ചുനേറ്റ് പൊസിഷനും ക്വാളിറ്റീസ് രാധാറാണിന്റെ അതിനെ ആഗ്രഹിക്കുന്നു. അത് കിട്ടാൻ വേണ്ടി പറയുന്നു. ഓൾ ദ ഗോപീസ് ലേൺ ദ ആർട്ട് ഓഫ് ഡ്രസ്സിംഗ് ഫ്രം ശ്രീമതി രാധാറാണി. കാരണം സോഴ്സ് അതാണ്, രാധാറാണിയാണ് സോഴ്സ് എല്ലാ ബ്യൂട്ടിയുടെയും എല്ലാ ക്വാളിറ്റീസിന്റെയും. അപ്പൊ എല്ലാ ഗോപികമാരും രാധാറാണിന്റെ ഡ്രസ്സിങ്ങിനെ അവര് സ്തുതിക്കുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ക്വാളിറ്റി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആൻഡ് ഈവൻ ദ ഗോഡസ് ഓഫ് ഫോർച്യൂൺ ലക്ഷ്മി. കാരണം നമുക്കറിയാം ലക്ഷ്മി ദേവി ഇപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ വൃന്ദാവനിലെ ശ്രീബനില് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ലക്ഷ്മി ദേവിക്ക് ആഗ്രഹം ഭഗവാന്റെ രാസലീലയിൽ പങ്കെടുക്കാൻ. അപ്പൊ ലക്ഷ്മി ദേവിക്ക് ഭഗവാന്റെ രാസലീലയിൽ എൻട്രി ഉണ്ടോ? ഇല്ലേ? ഇല്ല. എന്തുകൊണ്ടില്ല? ലക്ഷ്മി ദേവിയുടെ ഇതല്ലേ, ഐശ്വര്യല്ലേ? ലക്ഷ്മി ദേവിയുടെ കൺസെപ്റ്റ് ആരാണ്? രാംനാരായണൻ അല്ലേ? അപ്പൊ ലക്ഷ്മി ദേവി ഗോപിക ആയാൽ മാത്രമാണ് കൃഷ്ണലീലയിൽ പങ്കെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് നാരായണന് മാത്രമായിട്ടേ ഉള്ളൂ സമ്പർക്കമുള്ളൂ. കൃഷ്ണലീലയിൽ വരണമെങ്കിൽ ലക്ഷ്മി ദേവി എന്താവണം? ഗോപിക ആവണം. എന്നാൽ മാത്രമേ. അപ്പൊ ഈവൻ ലക്ഷ്മി ദേവിക്കും കൂടി അവിടെ എൻട്രി ഇല്ല. നാരായണൻ സ്വയം ഭഗവാനാണ്. പക്ഷെ കൃഷ്ണലീലയിൽ വരണമെങ്കിൽ ലക്ഷ്മി ദേവി എന്താവണം? ഗോപികയായിട്ട് മാറിയ മാത്രമല്ല. എന്നാലേ ആ ഭാവത്തിൽ മാതാജി പറഞ്ഞ പോലെ ആ മാധുര്യ ഭാവത്തിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുള്ളൂ. രാസലീല എന്ന് പറഞ്ഞു. മറ്റത് ഐശ്വര്യഭാവത്തിലാണ്. അത് നാരായണനുമായി മാത്രമായിട്ട് നടക്കുള്ളൂ. അതാണ് ഗോപികമാരുടെ മുമ്പില് നാരായണൻ പ്രത്യക്ഷപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷപ്പെട്ടപ്പോ അതേ ശ്രീകൃഷ്ണ ഭഗവാൻ നാരായണന്റെ രൂപമെടുത്ത് അവിടെ മുമ്പിൽ വന്നു, അതിന് 4 കൈയായിട്ട്. അപ്പൊ ഉടനെ അവരെല്ലാം എന്ത് ചെയ്തു?
പ്രോസ്ട്രേറ്റഡ് ഓബേസൻസസ് ചെയ്തു. പക്ഷേ എന്ന് പറഞ്ഞു എനിക്ക് അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഞങ്ങളുടെ കൃഷ്ണൻ അവിടെ പോയി. നാരായണൻ സ്വയം കൃഷ്ണനാണ്, എങ്കിലും ഗോപികമാർക്ക് നാരായണനായിട്ട് ആ സെയിം റിലേഷൻഷിപ്പിൽ അവിടെ ആദാൻ പ്രദാനം ചെയ്യാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. അപ്പോൾ ലക്ഷ്മി ആൻഡ് ദ വൈഫ് ഓഫ് ലോർഡ് ശിവ പാർവതി ഡിസയർ ബ്യൂട്ടി. പാർവതി മാത ലക്ഷ്മി അതായത് രാധാറാണിന്റെ ആ സൗന്ദര്യത്തിന് ആഗ്രഹിക്കുന്നു. ആൻഡ് ക്വാളിറ്റീസ്. ഇൻഡീഡ് അരുന്ധതി ദ celebrated chaste wife of Vasishtha, Vasishtha's consort, also wants to imitate the chastity and religious principles of Srimati Radharani. So idana appo Radharante qualities ഇവിടെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. Text 185. Yandra Sadguna Ganane Krishna Napaya Para Tandra Guna Ganibe Kemane Jivachara. Even Lord Krishna himself cannot reach the limit of transcendental qualities of Srimati Radharani. Even Lord Krishna himself, Bhagavan Krishna Swayam, Radharani's transcendental qualities എത്താൻ പറ്റില്ല. How then can an insignificant living entity count them? നമ്മളെപ്പോലുള്ള ആൾക്കാർ വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്. എന്താണ്? നമ്മളെല്ലാം VIPs ആണ്. എന്താണ്? വെരി ഇൻസിഗ്നിഫിക്കൻറ്റ് പേഴ്സൺസ്. അപ്പൊ നമ്മളെപ്പോലുള്ള VIPs എങ്ങനെ ഈ ഭഗവാൻ കൃഷ്ണന്റെയും രാധാറാണിന്റെയും ട്രാൻസെൻഡൽ ക്വാളിറ്റീസ് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും വലിയ വലിയ പാർവതി മാത, ലക്ഷ്മി ദേവി, അരുന്ധതി, സത്യഭാമ ഇവരെല്ലാം ആഗ്രഹിക്കുന്നു രാധാറാണിന്റെ ക്വാളിറ്റീസിന്റെയും രാധാറാണിന്റെ ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. പ്രഭു കഹേ ജാനിലുൻ കൃഷ്ണ രാധ പ്രേമ തത്വ സുനിത്തെ ചാഹിയെ ദുൻഹാര വിലാസ മഹത്വ. प्रभु कहे जानिलूं कृष्ण राधा प्रेम तत्व सुनिते चाहिए दुनियार विलास സമഹത്വം. Lord Sri Chaitanya Mahaprabhu replied. അപ്പോൾ ഈ what do you call സ്തുതി അതായത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറഞ്ഞില്ലേ, ആരേന്ദ്ര രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ആ കൃതിയിൽ നിന്ന് എടുത്തുള്ള ആ ഒരു വർണ്ണനയാണ് അതിപ്പോൾ ഇത്രയും ശ്ലോകത്തിൽ 185 വരെയുള്ള ശ്ലോകത്തിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്തത്. ചൈതന്യ മഹാപ്രഭു ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, നൗ ഐ ഹാവ് കം ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത് ഓഫ് ദ ലവിങ് അഫെയർസ് ബിറ്റ്വീൻ രാധാകൃഷ്ണ. ഇപ്പം എനിക്ക് മനസ്സിലായി ശരിക്കുള്ള വാസ്തവം എന്താണെന്ന്. അതായത് ആ മാധുര്യരസം ബിറ്റ്വീൻ രാധ ആൻഡ് കൃഷ്ണ, അവർ തമ്മിലുള്ള മാധുര്യരസത്തിന്റെ സത്യാവസ്ഥ എന്താണ് എനിക്കിപ്പോൾ മനസ്സിലായി എന്നാണ് പറയുന്നത്. നൺലെസ് ഐ സ്റ്റിൽ വാണ്ട് ടു ഹിയർ ഹൗ ബോത്ത് ഓഫ് ദം ഗ്ലോറിയസ്ലി എൻജോയ് സച്ച് ലവ്. എന്നാൽ കൂടി എനിക്ക് ഇനിയും കേൾക്കണം എങ്ങനെയാണ് അവർ രണ്ടുപേരും ഇതിനെ ആസ്വദിച്ചത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആരോടാ അത് ചോദിക്കുന്നത്, ആരോടാ പറയുന്നത്? ഇതെല്ലാം രാമാനന്ദറായ് ചൈതന്യ മഹാപ്രഭു സംവാദത്തിന്റെ ഇടയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ചോദിക്കുന്നു, രാമാനന്ദറായ് അതിന് മറുപടി കൊടുക്കുന്നു. രായ കഹേ കൃഷ്ണ ഹയ ധീര ലളിത നിരന്തര കാമ ക്രീഡ യൻഹാരചരിത. കൃഷ്ണ ഹയ ധീര ലളിത നിരന്തര കാമ ക്രീഡ യൻഹാരചരിത. Rai Ramananda replied, Lord Krishna is Dhira Lalita, for he can always keep his girlfriends in a subjugated state. Thus his only business is enjoying sense gratification. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടാൽ വിചാരിക്കും നമ്മളെപ്പോലുള്ള വ്യക്തിയാണ് കൃഷ്ണനും സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. ഓക്കെ, അതായത് കൃഷ്ണന് നന്നായിട്ട് അറിയാം എങ്ങനെ തൻ്റെ ഗേൾ ഫ്രണ്ട്സിനെ ഒരു സബോർഡിനേറ്റ് പൊസിഷനിൽ നിർത്തണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ദസ് അതുകൊണ്ട് ഹിസ് ഓൺലി ബിസിനസ് ഈസ് എൻജോയിങ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അതായത് ഇന്ദ്രിയ ആസ്വാദനം ചെയ്യാന്നുള്ളത്. ഭഗവാന്റെ ഇന്ദ്രിയ ആസ്വാദനം നമ്മളുടെ ഇന്ദ്രിയ ആസ്വാദന തുല്യമല്ല, അത് ട്രാൻസെൻഡന്റലാണ്, നമ്മൾ മറക്കരുത്. We should always remember that Krishna's sense gratification is never to be compared
to the sense gratification of the material world. അപ്പൊ ആദ്യം തന്നെ ലൈനിന് പ്രഭാതന്റെ ക്ലാരിറ്റി തന്നു, നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. As we have already explained, Krishna's sense gratification is just like gold. The perverted reflection of that sense gratification found in the material world is just like iron. ഭഗവാന്റെ ആ ഇന്ദ്രിയ ആസ്വാദനം അത് സ്വർണമാണെങ്കിൽ നമ്മളുടെ ഭൗതിക ലോകത്തിലുള്ള ഇന്ദ്രിയ ആസ്വാദനം അത് അയൺ ആണ്, ഇരുമ്പാണ്, പെർഫെക്റ്റഡ് റിഫ്ലക്ഷൻ ആണ്. The purport is that Krishna is not impersonal. Yes, all the desires that are manifest in the perverted reflection within this material world. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഇംപേഴ്സണൽ അല്ല, പേഴ്സൺ ആണ്. അദ്ദേഹത്തിനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ എക്സ്പാൻഡ് ചെയ്തത്. ആദ്യം അദ്ദേഹത്തിന്റെ എക്സ്പാൻഷൻ തന്നെയാണ് അവരെല്ലാവരും, വൈകുണ്ഠത്തിലും ഗോലോകത്തിലും എല്ലാവരും, അതിലെല്ലാവരും പെടും. ബ്രജവാസികൾ എല്ലാവരും പെടും. വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവി വരും, യശോദമായി വരും, നന്ദ മഹാരാജ് വരും, കൗഗേർഡ് ബോയ്സ് വരും, ഗോപകമാർ വരും, എൽഡർലി ഗോപീസ് വരും, ഗോപന്മാർ വരും. ഇതെല്ലാം ഭഗവാൻ തന്നെ സ്വയം എൻജോയ് ചെയ്യാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എക്സ്പാൻഡ് ചെയ്തതാണ്. അവരെല്ലാം ഭഗവാന്റെ നിജി പാർഷദാസാണ്. നമ്മളും ഭഗവാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മളെയും സൃഷ്ടിക്കുന്നു. നമ്മളും ഭഗവാന്റെ അംശങ്ങളാണ്. പക്ഷെ നമ്മളുടെ എന്താണ് വ്യത്യാസം? ഭഗവാന്റെ ഗോലോകധാമിലുള്ള, അതായത് നിത്യ മുക്താസും നമ്മള് നിത്യമുക്താസല്ല. നമ്മള് നിത്യമുക്താസല്ല. നമ്മളിപ്പോ എന്താണ്? നിത്യബദ്ധാസാണ്. നമ്മൾ പിന്നെ നമ്മള് സാധന ചെയ്തിട്ട് മുക്താവസ്ഥയിലേക്ക് പോകണം. അപ്പോ ഇതെല്ലാം ഭഗവാന്റെ ആസ്വാദനത്തിന് നമ്മൾ സെപ്പറേറ്റഡ് പാർട്ട് ആൻഡ് പാർസൽ ആണ്. അവരെ ഡയറക്ട്ലി സ്വാംശ വിഭിന്നാംശ. ജീവാത്മാക്കളെല്ലാം സെപ്പറേറ്റഡ് ആണ്, എന്താണ്? വിഭിന്നാംശങ്ങളാണ്. ഭഗവാന്റെ എക്സ്പെൻഷൻസും കലാ അംശ അതെല്ലാം സ്വാംശമാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും ഭഗവാന്റെ തന്നെ, ഒന്ന് സ്വാംശ, ഒന്ന് വിഭിന്നാംശ. So however, the qualities are different. One is spiritual and the other is material. Just as there is a difference between life and death, there is a difference between spiritual sense gratification and material sense gratification. ഉദാഹരണത്തിന് ജന്മത്തിനും മരണത്തിനും വ്യത്യാസമില്ല, അതേപോലെ സ്പിരിച്വൽ ക്വാളിറ്റീസിനും മെറ്റീരിയൽ ക്വാളിറ്റീസിനും വ്യത്യാസമുണ്ട് എന്നാണ് പർപ്പോട്ടിൽ പ്രഭാത പറയുന്നത്. വിദഗ്ധോ നവതാരുണ്യ പരിഹാസ വിശാരദ നിശ്ചിന്തോ ധീര ലളിത സ്യാത് പ്രയാപ്യയസി വസഃ. പരിഹാസ വിശാരദ നിശ്ചിന്തോ ധീര ലളിത സ്യാത് പ്രയാപ്യയസി വസഃ. A person who is very cunning and always youthful, expert in joking and without anxiety, and who can keep his girlfriends always subjugated is called Dhira Lilita. അപ്പൊ എന്താണ്, ആരാണ് ധീര ലളിത എന്നാണ് ഇവിടെ ഒരു ഡെഫിനേഷൻ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. എ പേഴ്സൺ ഹു ഇസ് വെരി കണ്ണിങ്, വളരെ സാമർഥ്യമുള്ള, വളരെ യവനത്തിലുള്ള ആ ഒരു ഏജിലുള്ളത്. എക്സ്പെർട്ട് ഇൻ ജോക്കിംഗ്, തമാശ, ഹ്യൂമറസ് ആയിട്ടുള്ള, എന്ത് പറഞ്ഞാലും യാതൊരു ആങ്സൈറ്റി ഇല്ലാത്ത, ആങ്സൈറ്റി ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് തൻ്റെ ഗേൾ ഫ്രണ്ട്സിനെ എപ്പോഴും തൻ്റെ സബോർഡിനേറ്റ് പൊസിഷനിൽ വെക്കുന്ന ആളാണ് ധീര ലളിത എന്നാണ് പറയുന്നത്. ദിസ് വേഴ്സ് ഈസ് ഫ്രം ദ ഭക്തി രസാമൃത സിന്ധു രൂപ ഗോസ്വാമിയുടെ 189. രാത്രി ദീന കുഞ്ചെ ക്രീഡാ കരേ രാധാ സംഗേ കൈശ്വര വയസ സഫല കൈലാ ക്രീഡാ ജനാംഗേ. രാത്രി ദിന കുഞ്ചെ ക്രീഡാ കരേ രാധാ സംഗേ കൈശ്വര വയസ സഫല കൈലാ ക്രീഡാ രംഗേ. കൈശ്വര എന്ന് പറഞ്ഞ ഏത് ഏജ് ഗ്രൂപ്പാണ്? പ്രീ യൂത്ത്, അതായത് 10 to 15 അല്ലെ, 10 വരെ, അതിന് 11 to 15 അപ്പോൾ കൈശ്വര. Okay. So day and night Lord Sri Krishna enjoyed the company of Srimati Radharani in the bushes of Vrindavana. Thus his pre-youthful, adana Kaishwar, pre-youthful age is fulfilled through his affairs with Srimati Radharani. Nikunja yono Radhikele Siddhe.
ഭഗവാൻ കൃഷ്ണന്റെ ലീലകളെല്ലാം നികുഞ്ചത്തില്, വൃന്ദാവനത്തിൽ നികുഞ്ചത്തിലാണ്. വാചാസുചിത സർവാരീരതി, എങ്ങനെ ഇത് വായിക്കാതെ അറിയില്ല. ഏത് ട്യൂണാണത്? വാചാസുചിത സർവരീ രതികലാ പ്രാഗൽഭ്യയാരാധികാം വ്രീഡാ കുഞ്ചിതലോചനം വിരചയൻ അഗ്രേ സഖീനം അസൗ തദ്വക്ഷോരുഹചിത്രകേളിമകരി പാണ്ഡിത്യപാരം ഗത കൈശോരം സബലീകരോതി കലയൻ കുഞ്ചേ വിഹാരം ഹരി. ഹരിബോൾ. വാചാസുചിത സർവാരി രതി കലാ പ്രഗൽഭ്യരാധികം വ്രീഡാ കുഞ്ചിത ലോചനം വിരചയൻ അഗ്രേ സഖീനാമസൗ തദ്വക്ഷോരുഹചിത്ര കേളിമകരി പാണ്ഡിത്യപാരം ഗതാ കൈശോരം സഫലീകരോതി കലയാൻ കുഞ്ചേ വിഹാരം ഹരി. ആർക്കെങ്കിലും വായിക്കണം? വായിക്കണം, വായിച്ചോളൂ. വാചാശുതിസ സർവരി രതികലാ പ്രാഗൽഭ്യയാരാധികാം വ്രീഡാ കുഞ്ചിതലോചനം വിരചയൻ അഗ്രേ സഖീനാമസു തദ്വക്ഷോരുഹചിത്രകേളി പാണ്ഡിത്യപാരാംഗതാ കൈശോരം സഫലീകരോതി കലയൻ കുഞ്ചേ വിഹാരം ഹരി. ഓക്കെ, ഇത് ഷഡ്ഗോസ്വാമി അഷ്ടകത്തിന്റെ ഇതാണ്, ട്യൂണാണ്. വാചാ ശുചിത സർവരീരതി കലാ പ്രാഗൽഭ്യയാരാധികാം വ്രീഡാ കുഞ്ചിതലോചനം വിരചയൻ അഗ്രേ സഖീനാമസൗ തദ്വക്ഷോരുഹചിത്രകേളിമകരി പാണ്ഡിത്യപാരം ഗതാ കൈശോരം സബലീകരോതി കലയാൻ കുഞ്ചേ വിഹാരം ഹരി. ഷഡ്ഗോസ്വാമി അഷ്ടകത്തിന്റെ സെയിം ട്യൂൺ. വന്ദേ രൂപ സനാതന എനിവേ, അത് ട്യൂൺ അറിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുന്നു. Thus Lord Sri Krishna spoke of the sexual activities of the previous night. In this way, he made Srimati Radharani close her eyes out of shyness. Taking this opportunity, Sri Krishna painted various types of dolphins on her breast. Thus, he became a very expert artist for all the gopis. During such pastime, the Lord enjoyed the fulfillment of his youth. Kaishora pre-youth in the സമയത്തുള്ള ലീലകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്നും നമ്മളുടെ ആ ഒരു സെക്സ്വൽ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ താരതമ്യപ്പെടുത്താൻ ഒരിക്കലും പാടില്ല. ഇറ്റ് വിൽ ബി an offense. So this quotation is also found in the Bhakti Rasamrita Sindhu. കാരണം ഇങ്ങനത്തെ ഈ ആക്ടിവിറ്റീസ് എല്ലാം സാധാരണക്കാർ അയക്കുമ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒന്നും അവർ ആദ്യം ഫിലോസഫി, അതായത് ഭഗവാന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കണം. ഭഗവത്ഗീത, ഭാഗവതത്തിന്റെ ആദ്യത്തെ 9 കാൻഡോസ് വരെ വായിക്കുമ്പോൾ ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ്, മഹത്വം, മഹിമ മനസ്സിലാക്കിയ മാത്രമേ ഇതെല്ലാം. കാരണം ഇതെല്ലാം എൻജോയ് ചെയ്യുന്നത് ഗോസ്വാമിമാരാണ്. അപ്പോൾ ഭൗതിക തലത്തിലുള്ള ഒരു കേളികളാണെങ്കിൽ, രതികളാണെങ്കിൽ ഇതൊന്നും അവർ ആസ്വദിക്കില്ല. ഓക്കെ, വലിയ വലിയ ആചാര്യന്മാര്, ചൈതന്യ മഹാപ്രഭു പക്ക സന്യാസിയാണ്, ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു സന്യാസിയാണ്. ആ ചൈതന്യ മഹാപ്രഭുവും രാമാനന്ദറായി ഒരു ഗവർണർ, ഒരു മെറ്റീരിയലിസ്റ്റ് ആണ്. പക്ഷേ ഒരു മെറ്റീരിയലിസ്റ്റ് ആണെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ തലം ആരാണ്? രാമാനന്ദറായി ആധ്യാത്മിക ലോകത്തില് ആരാണ്? ഓർമ്മയില്ല? വിശാഖ സഖി, അതായത് ഭഗവാൻ രാധാറാണിയുടെ 2 പ്രധാനപ്പെട്ട മെയിൻ സഖികളാണ് ആര്? ലളിത, വിശാഖ. അതിലെ വിശാഖ ആരാണ്? ലളിത. ലളിത ആരാണ്? ആരായിട്ടാ വന്നിരിക്കുന്നത് ചൈതന്യ ലീലയില്? സ്വരൂപ് ദാമോദർ ഗോസ്വാമി. എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിന്റെ ക്ലോസ് അസോസിയേറ്റ്സ് ആണ് ഇവർ രണ്ടുപേരും.
സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും രാമാനന്ദ റായും. ലളിത വിശാഖനാണ്. ചൈതന്യ മഹാപ്രഭു ആരാണ്? കൃഷ്ണൻ സ്വയം. ഓക്കെ, അപ്പോൾ കൃഷ്ണന്റെയും രാധാറാണിയുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഈ രണ്ട് സഖ്യമാണ് ലളിത വിശാഖ. ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെയും അവര് സ്വരൂപ് ദാമോദർ ഗോസ്വാമിയായിട്ടും രാമാനന്ദറായിട്ടായും വന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ കണ്ണിൽ പൊടിയിട്ടാണ് ഒരു സാധാരണ ആൾക്കാരായിട്ട് അഭിനയിച്ചിട്ട്. ഇതെല്ലാം എന്താണ്? വലിയൊരു അഭിനയമാണ് എന്ന് മനസ്സിലാക്കണം. പ്രഭു കഹേ യഹോഹയ ആകെ കഹാരാ രായ കഹേ ഇഹവായി ബുദ്ധി ഗതി നഹി ആരാ. प्रभु कहे होय आगे कह आरा राय कह इह वै बुद्धि गति नहीं आरा. Shri Chaitanya Mahaprabhu said, this all right, but please continue. അപ്പൊ ചൈതന്യ മഹാപ്രഭു രാമാനന്ദൻ അത് ഓക്കെ, അത് ശരിയാണ്, ഓക്കെ, പക്ഷേ കണ്ടിന്യൂ, ഇനിയും പറയൂ, ഇനിയും വർണ്ണിക്കൂ എന്നാ പറയുന്നത്. അറ്റ് ദാറ്റ് ടൈം രാമാനന്ദ റായ് റിപ്ലൈഡ്, ഐ ഡോണ്ട് തിങ്ക് മൈ ഇന്റലിജൻസ് ഗോസ് ബിയോണ്ട് ദിസ്. എന്റെ ബുദ്ധി ഇതിനപ്പുറം പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് രാമാനന്ദ റായ് അപ്പൊ പറഞ്ഞു. കാണിച്ചു, ഇനി എവിടേക്കാ പോകേണ്ടത്? മാക്സിമം അൾട്ടിമേറ്റ് ഇതിലെത്തി, ആ തലത്തിലേക്ക് എത്തി. ഇനി ഞാൻ എങ്ങോട്ട് പോകാനാണ്? എന്താ വർണ്ണിക്കാനുള്ളത്? ഐ ഡോണ്ട് തിങ്ക് മൈ ഇന്റലിജൻസ് ഗോസ് ബിയോണ്ട് ദിസ്. യഹ പ്രേമ വിലാസ വിവർത്ത ഏകാഹയ താഹസ്മനി ത്വമാര സുഖായ കിനാഹയ. देव प्रेमा विलास विभक्त एगाहय ताह शुनि तोमार सुगहाय कीनाहय. Rai Ramananda then informed Sri Chaitanya Mahaprabhu that there was another topic. അങ്ങനെ പറഞ്ഞെങ്കിലും വീണ്ടും രാമാനന്ദ റായ് എന്താ പറയുന്നത്? വേറൊരു ടോപ്പിക് കൂടി ഉണ്ട്. കൃഷ്ണ, സോറി, നോൺ ആസ് പ്രേമ വിലാസ വിവർത്ത. ഓക്കെ, എന്താണ് പ്രേമ വിലാസ വിവർത്ത? യു മേ ഹിയർ ഓഫ് ദിസ് ഫ്രം മീ. ഇതിനെ പറ്റിയിട്ട് ഞാൻ പറയാം എന്ന് കേട്ടോളൂ. രാമാനന്ദ റായ് said, but I do not know whether you will be happy with it or not. പക്ഷേ ഞാൻ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്നാണ്. These statements are set forth for our understanding according to Srila Bhakti Vinod Thakur in his Amrita Pravaha Bhashya. In essence, Sri Chaitanya Mahaprabhu told Ramananda Rai, my dear Ramananda, the explanation you have given about the goal of life and the pastimes of Srimati Radharani and Krishna is certainly the truth. Although this is factual, you can continue telling me more if there is anything more to say. In reply, Ramananda Rai said, I do not think I have anything to say beyond this, but there is a topic known as Prema Vilasa Vivarta, which I may explain to you. I do not know whether it will bring you happiness or not. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം എനിക്ക് വളരെ സന്തോഷം, ഇതെല്ലാം ഇത്രയൊക്കെ വിവരിച്ച് പറഞ്ഞു തരുന്നതിന്. പക്ഷെ ഇതിലും കൂടുതൽ പലരും ഉണ്ടെങ്കിൽ എന്നോട് പറയൂ. ഓക്കെ, അപ്പോഴാണ് രാമാനന്ദ റായ് പറയുന്നത് ഒരു ടോപ്പിക് ഉണ്ട്, അതാണ് പ്രേമ വിലാസ വിവർത്ത. അത് അങ്ങക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേന്ന് എനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ഏതബാലിയാപാനകൃത ഗീത ഏക ഗാഹില പ്രേമ പ്രഭു സ്വഹസ്തേ തന്ത്രമുഖാച്ഛാദിര. बलि अभ्रकृत गीत एगाहीन प्रेमे प्रभु स्वहस्ते तांड्रमुख आच्छादिला. Saying this, Ramananda Rai began to sing a song he had composed. But Sri Chaitanya Mahaprabhu, out of the ecstasy of love of Godhead, immediately covered Ramananda's mouth with his own. ഇങ്ങനെ പറഞ്ഞ ശേഷം രാമാനന്ദ റായി എന്ത് ചെയ്തു? ഒരു പോയം, ഒരു പാട്ട് പാടാൻ തുടങ്ങി. അത് ആരാണ് കമ്പോസ്? അദ്ദേഹം സ്വയം. എന്തിനാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭു ഔട്ട് ഓഫ് എക്സ്റ്റസി ഓഫ് ലവ്, അതായത് കൃഷ്ണപ്രേമത്തിലും മുഴുകിയിട്ട്, ആ ആസ്വാദനത്തിൽ മുഴുകിയിട്ട് ഇമ്മീഡിയറ്റ് രാമാനന്ദ റായുടെ വായ പൊത്തി. ഓക്കെ, അത്രയും എക്സ്റ്റാറ്റിക് ആയിരുന്നു എന്നാണ് പറയുന്നത്. The topics that are about to be discussed between Lord Sri Chaitanya Mahaprabhu and Ramananda Rai cannot be understood by a materialistic poet, nor by intelligence or mental perception. Srila Bhaktisiddhanta Saraswati Thakur states that the spiritual mellow can be realized only when one is situated on the transcendental platform beyond the material state of goodness. അപ്പോൾ ഇത് ഈ ലീലകൾ മനസ്സിലാക്കണമെങ്കിൽ, അതായത് രാമാനന്ദ റായിയും ചൈതന്യ മഹാപ്രഭുവും ഇടയിലുള്ള ആ ലീല, ആദാൻ പ്രധാൻ, ഈ സംവാദം മനസ്സിലാക്കണമെങ്കിൽ
ഒരു വ്യക്തി സത്വഗുണത്തിലല്ല വിശുദ്ധ സത്വഗുണത്തിലിരുന്നാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദാറ്റ് പ്ലാറ്റ്ഫോം ഈസ് കോൾഡ് വിശുദ്ധ സത്വ, സത്വം വിശുദ്ധം വസുദേവ സദ്വിധം. Realization of the Vishuddha Sattva platform is beyond the pale of the material world and is not perceived by bodily senses or mental spheres. അപ്പോൾ വിശുദ്ധ സത്വം എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയങ്ങളല്ല, ആധ്യാത്മിക തലത്തിലുള്ള ഇന്ദ്രിയങ്ങളായിരിക്കും. സച്ചിദാനന്ദത്തിലുള്ള അതിലെ ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Our identification with the gross body and subtle mind is different from spiritual understanding. ഇപ്പോൾ നമ്മൾ ഈ തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളുടെ ഗ്രോസ് ബോഡി, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം നമ്മൾക്ക് മനസ്സിലാക്കുന്നില്ലേ, അതെല്ലാം ഓൺ എ ഗ്രോസ് ലെവലിലാണ്, ഭൗതിക തലത്തിലാണ്. പക്ഷെ ആധ്യാത്മിക തലത്തിൽ പോകുമ്പോൾ ഇതിനൊന്നും യാതൊരു വ്യത്യാസവുമില്ല. സച്ചിദാനന്ദമാണ്. ശരീരം, മനസ്സ്, ഇന്റലിജൻസ് എല്ലാം സച്ചിദാനന്ദമാണ്. അവിടെ ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഇല്ല ഓരോ ലിംസിനും. So our identification with the gross body and subtle mind is different from the spiritual understanding, since the intelligence and mind are material. അപ്പോൾ നമ്മളുടെ സ്ഥൂല ശരീരം മാത്രമല്ല, സൂക്ഷ്മ ശരീരവും ഭൗതികമാണ്, മെറ്റീരിയലാണ്. ഇന്റലിജൻസും മൈൻഡും മെറ്റീരിയലാണ്. ഓക്കെ, ഈഗോ മെറ്റീരിയലാണ്. എപ്പോ അത് മിഥ്യ അഹങ്കാരമാകുമ്പോൾ അത് മെറ്റീരിയലാണ്. മിഥ്യ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഫോൾസ് ഈഗോ. ട്രൂ ഈഗോ അത് സ്പിരിച്വലായി. അത് ശരിക്കും നമ്മളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫാൾസ് ഈഗോ, ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മളുടെ സൂക്ഷ്മ ശരീരം. ഇതും ഭൗതികമാണ്, ഇതും മെറ്റീരിയലാണ്. സോ ദ ലവിംഗ് അഫയേഴ്സ് ഓഫ് ശ്രീ രാധ ആൻഡ് കൃഷ്ണ ആർ ബിയോണ്ട് ദെയർ പെർസെപ്ഷൻ. സർവോപാധി വിനിർമുക്തം തത് പരത്വേന നിർമ്മലം. സർവ ഉപാധി വിനിർമ്മലം, എല്ലാ ഉപാധികളും. ഇപ്പൊ നമുക്ക് ഒരുപാട് ഉപാധികളുണ്ട്. എന്താണ് ഉപാധികൾ? ഐ എം എൻ ഇന്ത്യൻ, I am white, I am black, I am engineer, I am doctor, I am this, I am that, I am rich. ഇതെല്ലാം നമ്മുടെ ഉപാധികളാണ്. നമ്മളൊരു ക്വാളിഫിക്കേഷൻ, ഒരു വിസിറ്റിംഗ് കാർഡ് അടിക്കുമ്പോൾ സോ നെയിം ABCD വെക്കും. BSc അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ PhD ഉള്ളത്. ഇതെല്ലാം എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഉപാധികളാണ്. അതേപോലെ നമുക്ക് ഈ ശരീരത്തിന് ഒരുപാട് ഭൗതിക തലത്തിലുള്ള ഉപാധികളുണ്ട്. അപ്പൊ അതിൽ നിന്നും നമ്മൾ മറികടക്കണം. ഗ്രോസ് ബോഡി എന്നുള്ള ഉപാധിയിൽ നിന്ന് മറികടക്കണം. അതാണ് സർവോപാധി വിനിർമുക്തം തത് പരത്തേന നിർമ്മലം. When we are free from all material designations and our senses are completely purified by the bhakti process, we can understand the sense activities of the absolute truth. Rishikesha sevanam bhaktir uchyate. The spiritual senses are beyond the material senses. A materialist can think only of the negation of material variety. അതായത് ഭൗതിക തലത്തിൽ ആൾക്കാർക്ക് നെഗേറ്റ് ചെയ്യാം, അതല്ല. ഹി കനോട്ട് അണ്ടർസ്റ്റാൻഡ് സ്പിരിച്വൽ വെറൈറ്റി. പക്ഷെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ആ തലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. He thinks that spiritual variety simply contradicts material variety and is a negation or void. But such conceptions cannot even reach the precincts of spiritual realization. The wonderful activities of the gross body and subtle mind are always imperfect. They are below the degree of spiritual understanding and are ephemeral. Ephemeral എന്ന് പറഞ്ഞാൽ external. നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. Below the degree of spiritual understanding are ephemeral. The spiritual mellow is eternally wonderful and is described as Purna Shuddha Nityamukta. Spiritual mellow എങ്ങനെയാണ്? Purna Shuddha Nityamukta. That is complete, perfectly pure and eternally liberated from the material conceptions. When we are unable to fulfill our material desires, there is certainly sorrow and confusion. This may be described as vivarta. But in spiritual life, there is no sorrow, inebriety or imperfection. Srila Ramananda Rai was expert in realizing the spiritual activities of Srimati Radharani and Krishna. Karanam, Vishaka, Sakhiyana, complete in and out അറിയാം രാധാറാണിന്റെ. ഈ രണ്ട് ഗോപികമാരും രണ്ട് സഖിമാരും ലളിത വിശാഖ. അതുകൊണ്ടാണ് രാമാനന്ദറായിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് രാധാറാണിയെ പറ്റിയിട്ട് വർണ്ണിക്കാൻ പറ്റുന്നത്. So, and Ramananda Rai's spiritual experience was placed before Sri Chaitanya Mahaprabhu as he inquired whether the Lord approved his realization of spiritual truth.
There are 3 books prominent in this connection. One was written by Bhaktadasa Baula and is called Vivarta Vilasa. Another was compiled by Jagadananda Pandita and is called Prema Vivarta. Sri Ramananda Rai's book is called Prema Vilasa Vivarta. The Vivarta Vilasa by Bhaktadasa Baula is completely different from the other 2 books. Sometimes a university student or professor tries to study these transcendental literatures and attempts to put forth a critical analysis from the mundane view with an end to receiving degrees like PhD. അങ്ങനെ മെറ്റീരിയലി ഓറിയന്റഡ് ആൾക്കാരെ ഇവിടെ ഭൗതിക ലോകത്തിൽ ഈ കൃതികളെല്ലാം എടുത്തിട്ട് PhD ചെയ്യും, തീസിസ് എഴുതും. പക്ഷെ ഇതൊന്നും അവരുടെ ശരിക്കുള്ള അവർക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. കാരണം ട്രാൻസെൻഡന്റ് പ്ലെയിൻ ആണ്. അപ്പോൾ മെറ്റീരിയലി വിത്ത് സം വേർഡ്സ് ദേ കനോട്ട് ഡു എനിത്തിങ് വിത്ത് ദെയർ ജഗ്ലറി ഓഫ് വേർഡ്സ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. If one actually wants to take a PhD degree from Sri Chaitanya Mahaprabhu and be approved by Ramananda Rai, he must first become free from all material designation. Sarvapadi vinirmuktam tat paratvena nirmanam. A person who identifies with his material body cannot understand these talks between Sri Ramananda Rai and Sri Chaitanya Mahaprabhu. Man-made religious scriptures and transcendental philosophical talks are quite different. Indeed, there is a gulf of difference between the two. The subject matter has been very diligently described by Sriman Madhavacharya. Since material philosophers are situated in the material conception of life, they are unable to realize the spiritual prema vilasa vivarta. They cannot accommodate an elephant upon a dish. ഒരു വലിയ ആനയെ ഒരു ചെറിയ ഡിഷിൽ ഒരു പാത്രത്തിൽ വയ്ക്കാൻ പറ്റുമോ? അതേപോലെ നമ്മൾ ഇത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. Similarly, mundane speculators cannot capture the spiritual elephant within their limited conception. It is just like a frog trying to measure the Atlantic Ocean by imagining it so many times larger than his well. അതായത് ഡോക്ടർ ഫ്രോഗ്സ് ഫിലോസഫി എപ്പോഴും പറയുന്നതാണ്. അതായത് ഒരു കിണറിലെ തവള അറ്റ്ലാന്റിക് ഓഷ്യന്റെ വിഡ്ത്തും ഡെപ്തും ഒക്കെ അളക്കാൻ ശ്രമിക്കുകയാണ്. റിലേറ്റീവ്ലി തൻ്റെ കിണറിന്റെ ആ വ്യാപ്തി അനുസരിച്ചിട്ട് 10 times, 100 times, million times. അതേപോലെ ആയിരിക്കും നമ്മളുടെ സ്ഥിതി. നമ്മളിതിനെ മനസ്സിലാക്കാൻ, അതായത് മെറ്റീരിയൽ കൺസെപ്ഷനോടുകൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ബോഡ്ലി കൺസെപ്ഷനോട് നമ്മൾ ശ്രമിച്ചാൽ. സോ materialistic philosophers and Sahajiyas cannot understand the talks between Ramananda Rai and Sri Chaitanya Mahaprabhu concerning the pastimes of Sri Radha and Krishna. The only tendency of the impersonalists or the Prakrita Sahajiyas is to face the platform of impersonalism. They cannot understand spiritual variegatedness. Consequently, when Ramananda Rai attempted to sing his own verses, Sri Chaitanya Mahaprabhu stopped him by covering his mouth with his own hand. Okay. അപ്പോൾ പ്രേമ വിവർത്ത വിലാസ കമ്പോസ് ബൈ രാമാനന്ദ റായ്. ഇത് കേട്ടപ്പോൾ ഉടനെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വായപുതി. ഹരേ കൃഷ്ണ. സോ അടുത്തത് ടെക്സ്റ്റ് 194. അടുത്ത ക്ലാസ്സില് നമ്മൾ ഏതെന്നാ തുടങ്ങിയത്? 174. Yes, 177. Hare Krishna. Vancha kalpatarubhesya kripa sindhobhyo vacha patitanam pavanebhyo vaishnavebhyo namo namaः. Ananda Kodi Vaishnava ki jai, Srila Prabhupada ki jai, Guru Maharaj ki jai. Jai Go Premanande. Hari Hari Bol.